നമസ്കാരം. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി റിവ്യൂ ഹർജികളിൽ വാദം കേൾക്കാൻ പോവുകയാണ് എന്നും ഇലക്ഷൻ ആസന്നമായ ഈ വേളയിൽ യുവതികളെ പ്രവേശിപ്പിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ അത്തരത്തിൽ ഒരു സത്യവാങ്മൂലം നൽകേണ്ടി വരുന്നത് പിണറായി വിജയൻ സർക്കാരിന് കുരുക്കായി മാറുമെന്നും ഒക്കെ ഉള്ള ഒരു വ്യാജ വാർത്തയാണ് കഥയറിയാതെ ആട്ടം കണ്ട ഇവിടുത്തെ മാധ്യമങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ പടച്ചുവിട്ടത്. തുടർന്ന് ഞാൻ ABC മലയാളം, മറുനാടൻ മലയാളി, ജനം TV എന്നിവരെയൊക്കെ പേഴ്സണലായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു, അങ്ങനെയല്ല സുപ്രീം കോടതിയിൽ കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ റിവ്യൂ ഹർജികളല്ല പരിഗണിക്കാൻ പോകുന്നത്, മറിച്ച് റിവ്യൂ ബെഞ്ച്, 5 അംഗ റിവ്യൂ ബെഞ്ച് ഒരു വിശാല ബെഞ്ചിനോട് ചോദിച്ച 7 ഭരണഘടനാപരമായ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇപ്പോൾ, അത് നൽകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ 9 അംഗ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നും അതിനെ സംബന്ധിച്ച വാദങ്ങളാണ് ഓരോ കക്ഷികളും, നമ്മുടെ സംസ്ഥാന സർക്കാർ മാത്രമല്ല, അതിലേകദേശം 60ഓളം കക്ഷികളുണ്ട്, അവരെല്ലാവരും തന്നെ മാർച്ച് 14 മുമ്പ് എഴുതി നൽകേണ്ടതെന്നും ഞാൻ അവരെ അറിയിച്ചു. സംസ്ഥാന സർക്കാരിന് വേണ്ടി കഴിഞ്ഞ 14-ാം തീയതി മുതിർന്ന അഭിഭാഷകനായ ജയ്ദീപ് ഗുപ്ത ആ 7 ചോദ്യങ്ങളെ സംബന്ധിച്ച തൻ്റെ വാദമുഖങ്ങൾ എന്താണെന്ന് എഴുതിയ ഒരു റിട്ടൺ സബ്മിഷൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു. എന്നാൽ അതിലെന്താണ് എഴുതിയിട്ടുള്ളത് എന്ന് ഇതുവരെ ഇവിടെ ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടില്ല, ഇനിയൊട്ട് ചർച്ച ചെയ്യാൻ പോകുന്നു ഇല്ല. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ഉള്ളവർ പറയുന്നത് പിണറായി വിജയൻ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ U-ടേൺ അടിച്ചു എന്നാണ്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? പിണറായി വിജയൻ സർക്കാർ അതിൻ്റെ നിലപാടിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ? ഈ ഇലക്ഷൻ അടുത്തു വരുന്ന വേളയിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണത്. പ്രത്യേകിച്ചും പിണറായി വിജയൻ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ നിലപാടിൽ മാറ്റം വരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ എല്ലാ നായന്മാരെയും കബളിപ്പിച്ചുകൊണ്ട് പിണറായി വിജയനോടൊപ്പം ചേർന്ന പെരുന്നയിലെ പോപ്പായ നായരും ഈ വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പരിശോധിക്കാം. 2018 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ട് ഒരു വിധി പുറപ്പെടുവിച്ചപ്പോൾ അതിനുശേഷം പിണറായി വിജയൻ സർക്കാർ ഇവിടെ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഏവർക്കും തന്നെ അറിയാമെന്നുള്ളതാണ്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർ വീട് വീടാന്തരം കയറിയിറങ്ങി തങ്ങൾക്ക് തെറ്റുപറ്റിയെന്നും മാപ്പാക്കണമെന്നും ഭക്തരോട് ആവശ്യപ്പെട്ടു. അതിനുശേഷം വീണ്ടും ഈ ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി പമ്പയിൽ അടുത്ത കാലത്ത് ഒരു ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ഒരു തട്ടിക്കൂട്ട് വീണ്ടും നടത്തുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദം പുറത്തായത്. സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പായി ഫയൽ ചെയ്ത 13 പേജുകളുള്ള റിട്ടൺ സബ്മിഷനാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ഞാൻ എൻ്റെ നേരത്തെയുള്ള വീഡിയോകളിൽ പറഞ്ഞതുപോലെ ഇവിടെ ഒരിടത്തും തന്നെ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല, പറയേണ്ട കാര്യവുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 അംഗ ബെഞ്ച് വാദം കേൾക്കാൻ പോകുന്നത് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം അല്ല, മറിച്ച് 5 അംഗ ബെഞ്ച് 9 അംഗ ബെഞ്ചിനോട് ചോദിച്ച 7 ഭരണഘടനാപരമായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് ഈ 9 അംഗ ബെഞ്ചിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. എങ്കിൽ തന്നെയും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിണറായി വിജയൻ സർക്കാർ അതിൻ്റെ മുൻപുള്ള നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ്, അതായത് യുവതികളെ പ്രവേശിപ്പിക്കണം, ഈ മറുപടി കൊടുത്തിരിക്കുന്നത്. അത് ഈ മറുപടി വളരെ വ്യക്തമായി പഠിക്കുന്ന ഒരു ആൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. ഇതിൽ ആമുഖമായിട്ട് പറയുന്നത് 2007 അന്നത്തെ അച്യുതാനന്ദൻ സർക്കാർ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തെക്കുറിച്ചിട്ടാണ്. അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ആരാധനാ സ്വാതന്ത്ര്യം തടസ്സപ്പെടണം എന്ന് ഈ സർക്കാർ ആഗ്രഹിക്കുന്നില്ല എന്നും, എങ്കിലും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം കാലാകാലങ്ങളിലായി നിലനിൽക്കുന്ന ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും വെളിച്ചത്തിലും അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവിൻ്റെ വെളിച്ചത്തിലും അവിടെ 10നും 50നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കാറില്ല എന്നും, എങ്കിൽ തന്നെയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ വിഷയത്തിൽ മതപണ്ഡിതരുടെയും അതുപോലെ തന്നെ നിഷ്പക്ഷരും സത്യസന്ധരും ആയ സാമൂഹിക പരിഷ്കർത്താക്കളുടെയും കൂടി ചേർന്നുള്ള ഒരു കമ്മീഷനെ നിയോഗിച്ച് പഠനം നടത്തി അവരുടെ അഭിപ്രായം കൂടി തേടിയ ശേഷം ഇതിൽ ഒരു വിധി പറയണം എന്നായിരുന്നു 2007 അച്യുതാനന്ദൻ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത്. എന്തിനായിരുന്നു അത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചത്? അതായത് ഭക്തജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക. ഞങ്ങൾ ഈ മതപണ്ഡിതരോട് ആലോചിച്ചതിന് ശേഷം ഒരു തീരുമാനം എടുക്കാനാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ അവിടെ തത്വത്തിൽ അവർ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് വാദിക്കുകയും ചെയ്തു.
ഒരു റിട്ട് പെറ്റീഷൻ അടിയിൽ ഭരണഘടനാ കോടതികൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തെ ഭരണഘടനാ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുക. അതിനുശേഷം അത് ഭരണഘടനാ വിരുദ്ധമാണോ ഭരണഘടനാപരമാണോ എന്നുള്ള ഒരു പ്രസ്താവന, ഒരു വിധി പറയുക. അങ്ങനെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 5 ജഡ്ജിമാർ ഇരുന്നിട്ട് ഏതെങ്കിലും ഒരു വിഷയം ഭരണഘടനയുടെ വെളിച്ചത്തിൽ പരിശോധിക്കുമ്പോൾ അവിടെ കുറച്ച് പൂണൂൽധാരികളുടെയും മുക്രികളുടെയും അതുപോലെ തന്നെ പള്ളിയിലച്ചന്മാരുടെയും ഒക്കെ ഒരു കമ്മീഷനെ നിയമിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായം കൂടിക്കേട്ടതിന് ശേഷം ഒരു വിധി പറയണം എന്ന് ആവശ്യപ്പെട്ടാൽ ഒരു ഭരണഘടനാ കോടതിയും ഒരിക്കലും തന്നെ അനുവദിക്കാൻ പോകുന്നില്ല. ആ ആവശ്യം സുപ്രീം കോടതി ഒരിക്കലും പരിഗണിക്കില്ല, അനുവദിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു ആവശ്യം ഉന്നയിച്ചത്. ആ ആവശ്യം ഉന്നയിച്ചതിന് ശേഷം യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് വാദിക്കുക. എന്നിട്ട് ജനങ്ങളോട് പറയുക, ഞങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടത് മതപണ്ഡിതരുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം ഒരു തീരുമാനം അറിയിക്കണം എന്നായിരുന്നു. എന്നാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത് ചെവിക്കൊണ്ടില്ല. ഈ ഒരു പ്ലാനായിരുന്നു അതിവിദഗ്ധമായിട്ട് ഈ CPM സർക്കാർ ശബരിമല കേസിൽ നടപ്പിലാക്കിയത്. ഇപ്പോഴും പ്രഥമദൃഷ്ട്യാ ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ വളഞ്ഞ വഴിയിലൂടെ യുവതീ പ്രവേശനം അനുവദിക്കണം എന്ന് തന്നെയാണ് ഈ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ 9 അംഗ ബെഞ്ചിന് മുന്നിലുള്ള 7 ചോദ്യങ്ങൾ എന്താണെന്നും അതിന് ഈ സർക്കാർ കൊടുത്തിരിക്കുന്ന മറുപടി എന്താണെന്നും പരിശോധിക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 പറയുന്ന ഫ്രീഡം ഓഫ് റിലീജിയൻ എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ആർട്ടിക്കിൾ 25 പ്രകാരം പബ്ലിക് ഓർഡർ, പബ്ലിക് മൊറാലിറ്റി, ഹെൽത്ത്, അതുപോലെ തന്നെ ഭരണഘടനയുടെ പാർട്ട് 3 പറയുന്ന മൗലികാവകാശങ്ങൾ എന്നിവയ്ക്ക് വിധേയമായി ഏതൊരു പൗരനും അവനിഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും അതിൻ്റെ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിനും അതുപോലെ തന്നെ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനും ഉള്ള അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ഹിന്ദുക്കൾക്കും ഒരു വിവേചനവും കൂടാതെ എല്ലാ ഹിന്ദു ആരാധനാ സ്ഥലങ്ങളിലും പ്രവേശിക്കുന്നതിനും ആരാധന നടത്തുന്നതിനും ഉള്ള അവകാശം ഉണ്ടായിരിക്കും. നവോത്ഥാനത്തിൻ്റെ ഭാഗമായും ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട മതപരം അല്ലാത്ത കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനും സർക്കാരിന് അധികാരം ഉണ്ടായിരിക്കുന്നതും ആണ്. ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിന് സർക്കാർ നൽകിയ മറുപടി. ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിണറായി സർക്കാർ ആർട്ടിക്കിൾ 25 പ്രകാരം എല്ലാ ഹിന്ദുക്കൾക്കും ഒരു വിവേചനവും കൂടാതെ എല്ലാ ഹിന്ദു ആരാധനാ സ്ഥലങ്ങളിലും പ്രവേശിക്കാൻ കഴിയും എന്ന് പറയുന്നു എങ്കിലും ഈ മുസ്ലിം പള്ളികളുടെ കാര്യം പറയുന്നേ ഇല്ല. ഇപ്പോൾ തന്നെ ഒരു സീനത്ത് ഷൗക്കത്ത് അലി എന്ന് പറയുന്ന മുസ്ലിം സ്ത്രീ അവർക്ക് ഈ പള്ളികളിൽ കയറി പ്രാർത്ഥന നടത്തണം, അതിനുള്ള അവകാശം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലും ആണ്. അത്തരം കേസുകൾക്ക് കൂടി ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ 7 ചോദ്യങ്ങൾ 9 അംഗ ബെഞ്ചിനോട് ചോദിച്ചിരിക്കുന്നത്. എന്നാൽ അക്കാര്യത്തിൽ പിണറായി സർക്കാരിന് ഒരു അഭിപ്രായവും ഇല്ല. അദ്ദേഹം ഹിന്ദു മതത്തിന് വേണ്ടി മാത്രമാണ് ഈ ആർട്ടിക്കിൾ 25 ഉണ്ടാക്കിയത് എന്നുള്ള ഒരു ധാരണയോട് കൂടിയിട്ടാണ് ഈ മറുപടികൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ അന്യമതങ്ങളെ പറ്റിയിട്ടുള്ള കാര്യത്തിൽ പിണറായി സർക്കാർ തികച്ചും അർത്ഥഗർഭമായ മൗനമാണ് പാലിക്കുന്നത്. കൂടാതെ നവോത്ഥാനത്തിൻ്റെയും സാമൂഹിക ക്ഷേമത്തിൻ്റെയും ഭാഗമായിട്ട് സർക്കാരിന് നിയമങ്ങൾ കൊണ്ടുവരാമെന്നും ഈ ഹിന്ദുമതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തന്നെ അത്തരം നിയമങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കും എന്നും പിണറായി സർക്കാർ പറയുന്നു. അതിൻ്റെ അർത്ഥം ഈ ഒരു വാദം 9 അംഗ ബെഞ്ച് അംഗീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം അനുവദിക്കും എന്നർത്ഥം. 2ഉം 3ഉം ചോദ്യങ്ങൾക്ക് ഒരുമിച്ചിട്ടാണ് മറുപടി നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 25 പ്രകാരം ഒരു വ്യക്തിക്ക് നൽകുന്ന ഈ മത അവകാശങ്ങളും അതുപോലെ ആർട്ടിക്കിൾ 26 പ്രകാരം പ്രത്യേക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കുന്ന ഉപമത വിഭാഗങ്ങൾക്ക് നൽകുന്ന പ്രത്യേക അവകാശങ്ങളും തമ്മിലുള്ള ബന്ധം എന്ത് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. അതുപോലെ തന്നെ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 26 പ്രകാരം പ്രത്യേകം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുവർത്തിക്കുന്ന റിലീജിയസ് ഡിനോമിനേഷൻ എന്ന് പറയും. അവർക്ക് ഈ ഭരണഘടന നൽകുന്ന പ്രത്യേക അവകാശങ്ങൾ ഭരണഘടനയുടെ പാർട്ട് 3 പറയുന്ന മൗലിക അവകാശങ്ങൾക്ക് ബാധകമാണോ എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. അപ്പോൾ ഇവിടെ 2ഉം 3ഉം ചോദ്യത്തിന് ഒരുമിച്ചിട്ടാണ് മറുപടി നൽകിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 25 ഒരു വ്യക്തിയുടെ മത അവകാശങ്ങളെ, മത സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ ആർട്ടിക്കിൾ 26 എന്ന് പറയുന്നത് ഈ ഉപമത വിഭാഗങ്ങളുണ്ട്, അവർ ആചരിക്കുന്നത് പ്രത്യേകമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആയിരിക്കും. അത്തരത്തിലുള്ള ഉപമത വിഭാഗങ്ങളെയാണ് റിലീജിയസ് ഡിനോമിനേഷൻ എന്ന് പറയുന്നത്.
ഈ റിലീജിയസ് ഡിനോമിനേഷൻ എന്താണെന്നുള്ളത് സാധാരണക്കാർക്ക് അറിയാത്ത ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ ഈ ശ്രീജിത്ത് പണിക്കർക്കുള്ള ഒരു മറുപടിയായിട്ട് ഈ റിലീജിയസ് ഡിനോമിനേഷൻ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് ഞാൻ ഇവിടെ പിൻ ചെയ്യുന്നുണ്ട്. അതുകൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ സർക്കാർ പറയുന്നത് ആർട്ടിക്കിൾ 25(2)B പ്രകാരം നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ഹിന്ദു ക്ഷേത്രങ്ങൾ എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നു കൊടുക്കുന്നതിനുമായിട്ട് സർക്കാരിന് നിയമങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അത്തരത്തിൽ സർക്കാർ ഉണ്ടാക്കുന്ന നിയമങ്ങൾ ഈ ആർട്ടിക്കിൾ 26-അടിയിൽ വരുന്ന റിലീജിയസ് ഡിനോമിനേഷൻ അവർക്ക് പ്രത്യേക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആണ് ഉള്ളത്. അപ്പോൾ ഈ സർക്കാർ ആർട്ടിക്കിൾ 25(2)B പ്രകാരം ഉണ്ടാക്കുന്ന നിയമങ്ങൾ അത്തരത്തിലുള്ള റിലീജിയസ് ഡിനോമിനേഷനും ബാധകമായിരിക്കും എന്നാണ് ഇപ്പോൾ ഈ സീനിയർ അഡ്വക്കേറ്റ് നൽകിയിരിക്കുന്ന മറുപടി. ഇവിടെ സർക്കാരിൻ്റെ വാദം നവോത്ഥാനത്തിൻ്റെയും അതുപോലെ തന്നെ എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളും എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നു കൊടുക്കുന്നതിനും വേണ്ടിയിട്ട് ആർട്ടിക്കിൾ 25(2)B പ്രകാരം സർക്കാരിന് നിയമങ്ങൾ ഉണ്ടാക്കാം. അത്തരത്തിൽ വ്യക്തികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന അത്തരം നിയമങ്ങൾ ആർട്ടിക്കിൾ 26-അടിയിൽ പറയുന്ന റിലീജിയസ് ഡിനോമിനേഷനും ഉപമത വിഭാഗങ്ങൾക്കും ബാധകമായിരിക്കും എന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ മുസ്ലിം, ക്രിസ്ത്യൻ തുടങ്ങിയ എല്ലാ മതങ്ങൾക്കിടയിലും റിലീജിയസ് ഡിനോമിനേഷൻ ഉണ്ട്. എന്നാൽ പിണറായി ഇവിടെ ഹിന്ദു മതത്തിന് അടിയിലുള്ള ഈ റിലീജിയസ് ഡിനോമിനേഷനെ കുറിച്ചിട്ട് മാത്രം പറയുന്നു. ആർട്ടിക്കിൾ 25-ഉം 26-ഉം ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, എല്ലാ മതങ്ങൾക്കും വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഈ സർക്കാർ ഉണ്ടാക്കുന്ന നിയമങ്ങൾ അത്തരത്തിലുള്ള മുസ്ലിം, ക്രിസ്ത്യൻ തുടങ്ങി മതങ്ങൾക്കടിയിലുള്ള റിലീജിയസ് ഡിനോമിനേഷനും ബാധകമാണ് എന്ന് പറയാനുള്ള ധൈര്യം നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇല്ല. ഇവിടെയും സർക്കാർ പറയുന്നത് ശബരിമലയെ സംബന്ധിച്ചും നവോത്ഥാനത്തിൻ്റെയും സാമൂഹിക പരിഷ്കരണത്തിൻ്റെയും പേരിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നു കൊടുക്കാനുള്ള, പ്രായഭേദമന്യേ തുറന്നു കൊടുക്കാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നും അത്തരം നിയമം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് എല്ലാ ഹിന്ദുക്കൾക്കും ഒരുപോലെ ബാധകമായിരിക്കും എന്നും ആണ്. അതായത് ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിക്കണം എന്നാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ ആവശ്യം. നാലാമത്തെ ചോദ്യം, ആർട്ടിക്കിൾ 25-ലും 26-ലും മൊറാലിറ്റി, ധാർമ്മികത എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഈ ഭരണഘടനയെ പറ്റിയിട്ട് മൊത്തത്തിൽ ഭരണഘടനാ ധാർമ്മികത എന്ന് പറയും. അതും ഇതും ഒന്ന് തന്നെയാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ കൊടുത്തിരിക്കുന്ന മറുപടി ആർട്ടിക്കിൾ 25-ലും 26-ലും പറയുന്ന ധാർമ്മികതയും ഭരണഘടനാ ധാർമ്മികതയും ഒന്ന് തന്നെയാണ് എന്നാണ്. തുല്യത സംരക്ഷിക്കുക, വിവേചനം, തൊട്ടുകൂടായ്മ എന്നിവയെ നിർമ്മാർജ്ജനം ചെയ്യുക, അന്തസ്സായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക, സാമൂഹിക പരിഷ്കരണം കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ് ഈ ഭരണഘടനാ ധാർമ്മികത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും അതുതന്നെയാണ് ആർട്ടിക്കിൾ 25-ലും 26-ലും പറയുന്നത് എന്നുമാണ് സർക്കാർ പറയുന്നത്. ഇവിടെ സർക്കാർ പറയാതെ പറയുന്നത് ഈ ഭരണഘടനാ മൂല്യങ്ങളായ തുല്യത, ഈ വിവേചനം ഇല്ലാതാക്കൽ, തൊട്ടുകൂടായ്മ ഇല്ലാതാക്കൽ, എല്ലാവർക്കും അന്തസ്സായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം, ഇതിൻ്റെ ഒക്കെ കണ്ണിൽ കൂടി വേണം ഈ ശബരിമല വിഷയത്തെ പരിഗണിക്കേണ്ടത് എന്നാണ്. അതായത് പറയാതെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവതികളെ ശബരിമലയിൽ കയറ്റണം എന്ന് തന്നെയാണ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് ആർട്ടിക്കിൾ 25-ൽ പറയുന്ന മതപരമായ ആചാരങ്ങളിൽ കോടതിക്ക് എത്രമാത്രം കൈകടത്താം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിന് കൊടുത്തിരിക്കുന്ന മറുപടി, ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആചാരം ആ മതത്തിന് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒന്നാണോ എന്ന് പരിശോധിക്കേണ്ടത് ആ മതവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കണമെന്നും, കൂടാതെ ആ മതത്തിലെ എല്ലാ ആൾക്കാരും അത്തരത്തിലുള്ള ഒരു ആചാരം ആ മതത്തിന് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ആചാരമാണെന്ന് കരുതുന്നുണ്ടോ, ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഏതെങ്കിലും ഒരു ആചാരം ഒരു മതത്തിന് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടത് ആണോ അല്ലയോ എന്ന് പരിശോധിക്കേണ്ടത് എന്നാണ് സർക്കാർ പറയുന്നത്. ഏതെങ്കിലും ഒരു ആചാരം രാജ്യത്ത് നിലനിൽക്കുന്ന ഏതെങ്കിലും നിയമങ്ങൾക്ക് ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണെങ്കിലോ അല്ലെങ്കിൽ അത്തരം നിയമങ്ങളെ വെല്ലുവിളിക്കുന്ന ഒന്നാണെങ്കിലോ അത്തരം ആചാരങ്ങളെ ഒരു മതത്തിന് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ആചാരം ആയി കണക്കാക്കാൻ പാടില്ല എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. അതായത് എന്താണ്, നമ്മുടെ ഭരണഘടനയിൽ വിവേചനം പാടില്ല എന്ന് പറയുന്നുണ്ട്, തുല്യത ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഈ വാദങ്ങൾ 9-അംഗ ബെഞ്ച് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഫലത്തിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കേണ്ടതായിട്ട് വരും. ഏതെങ്കിലും ഒരു ഹിന്ദുമത ഗ്രന്ഥത്തിൽ 10-നും
50നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ കയറ്റാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ ഈ ആർത്തവ സമയത്ത് സ്ത്രീകൾ ക്ഷേത്രങ്ങളിൽ പോകാറില്ല എന്ന് പറയാറുണ്ട്. എന്നാൽ തമിഴ്നാട്ടിൽ ആ സമയത്തും സ്ത്രീകൾ ക്ഷേത്രത്തിൽ പോകുന്നതായി ഞാൻ പറഞ്ഞു കേട്ടിട്ടും ഉണ്ട്. അപ്പോൾ ഇവിടെയും പിണറായി പറയാതെ പറയുന്നത് ഒരു ഹിന്ദുമത ഗ്രന്ഥത്തിലും ഈ 10നും 50നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളെ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ടില്ല എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണം എന്നും തന്നെ ആണ്. ആറാമത്തെ ചോദ്യം ആർട്ടിക്കിൾ 25(2)(b)യിൽ പറയുന്ന സെക്ഷൻ ഓഫ് ഹിന്ദുസ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. നാം ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ ചോദ്യം എന്തിനാണ് ചോദിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അയ്യപ്പന്മാർ എന്ന് പറയുന്നത് ഹിന്ദു മതത്തിൻ്റെ ഒരു സെക്ഷൻ ആണോ എന്നും അങ്ങനെയാണെങ്കിൽ ആ സെക്ഷന് ഈ ഡിനോമിനേഷന് ബാധകമായിട്ടുള്ള അവകാശങ്ങൾ ലഭിക്കാൻ അവർ അർഹരാണോ എന്നും ഭാവിയിൽ റിവ്യൂ കോടതിക്ക് പരിശോധിക്കാനും പരിഗണിക്കാനും വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ഇവിടെ ഉയർത്തിയിരിക്കുന്നത്. ഇതിന് സർക്കാർ കൊടുത്തിരിക്കുന്ന മറുപടി, സെക്ഷൻ ഓഫ് ഹിന്ദു എന്ന് പറയുന്നത് ഹിന്ദു മതത്തിൻ്റെ ഏതെങ്കിലും ഒരു വിഭാഗം അല്ലെങ്കിൽ ജാതി അല്ലെങ്കിൽ ഉപജാതി എന്നിവയൊക്കെ ആണ് എന്നും ഈ ആർട്ടിക്കിൾ 25-ൽ ഈ സെക്ഷൻ ഓഫ് ഹിന്ദുസ് എന്ന് എഴുതി ചേർത്തിരിക്കുന്നത് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളിലും പ്രവേശനം അനുവദിക്കുന്നതിന് വേണ്ടി സർക്കാരിന് നിയമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നും സർക്കാർ പറയുന്നു. അത്തരം സെക്ഷനിൽ സ്ത്രീകളും ഉൾപ്പെടും എന്ന് പിണറായി സർക്കാർ എടുത്ത് പറയുന്നും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആർട്ടിക്കിൾ 25-ൽ പറയുന്ന ഈ സെക്ഷൻ ഓഫ് ഹിന്ദുസിൽ സ്ത്രീകളും വരും, അതായത് ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിക്കണം എന്ന് തന്നെയാണ് ഇവിടെയും പിണറായി സർക്കാർ വാദിച്ചിരിക്കുന്നത്. അവസാനത്തെ ചോദ്യം, ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, ഫോർ എക്സാമ്പിൾ ഞാൻ ഹിന്ദുവാണ്, എനിക്ക് മുസ്ലിം മതത്തിലെ ഒരു ആചാരം അനാചാരം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ ചെന്നിട്ട് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, അതായത് പൊതു താൽപ്പര്യ ഹർജി ഫയൽ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഒരു സാധാരണക്കാരന് പോലും വ്യക്തമായിട്ട് മറുപടി പറയാൻ കഴിയുന്ന ഒരു ചോദ്യമാണിത്. കാരണം കോടതിക്ക് ഇത് അനുവദിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുവദിച്ചു കഴിഞ്ഞാൽ നാളെ ഇവിടുത്തെ ഹിന്ദുക്കളൊക്കെ മുസ്ലിം മതത്തിലെ ആചാരങ്ങളൊക്കെ തെറ്റാണെന്നും പറഞ്ഞുകൊണ്ട് കോടതിയിൽ ഫയൽ ചെയ്യുന്നു. അതുപോലെ തന്നെ മുസ്ലിങ്ങളൊക്കെ വന്നിട്ട് ഹിന്ദുക്കളുടെ ആചാരങ്ങളെ ചോദ്യം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്തായിരിക്കും അവസ്ഥ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് കോടതി ഒരിക്കലും തന്നെ ഇതിനെ അനുവദിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യമാണ് സത്യം. പക്ഷേ എന്തുകൊണ്ട് ഇവിടെ ഈ ചോദ്യത്തിന് പ്രസക്തി ഏറുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, 2006-ൽ ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ എന്നൊരു സംഘടനയാണ് ഈ കേസ് ഫയൽ ചെയ്തത്. അതിൻ്റെ പ്രസിഡന്റ് ഒരു നാസർ ആയിരുന്നു. കൂടാതെ ഇത്തരത്തിൽ ഒരു സംഘടനയിൽ എല്ലാ മതങ്ങളിലും ഉള്ള വക്കീലന്മാർ ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സംഘടനയ്ക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിലെ ഒരു ആചാരം തെറ്റാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ 9-അംഗ ബെഞ്ച് അങ്ങനെ അത് പാടില്ല, അത് അനുവദനീയം അല്ല എന്ന് പറയുകയാണ് എങ്കിൽ ഈ യുവതീ പ്രവേശനം ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജി തന്നെ ഇല്ലാതാകും. അത് നോൺ മെയിൻ്റനബിൾ ആകും. കാരണം ഈ കേസ് കൊടുത്തിരിക്കുന്നത് ഹിന്ദുക്കൾ മാത്രം അല്ല, എസ്പെഷ്യലി അതിൻ്റെ ഒരു പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഒരു മുസ്ലിമും ആയിരുന്നു. അപ്പോൾ ശബരിമലയിൽ യുവതീ പ്രവേശനം പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന അയ്യപ്പ ഭക്തന്മാർ അവർ ആശ്രയിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്. 9-അംഗ ബെഞ്ച് പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവതീ പ്രവേശനം ശബരിമലയിൽ സാധ്യമല്ലാതെ ആകുകയും ചെയ്യും. എങ്കിലും നമ്മുടെ പിണറായി വിജയൻ സർക്കാർ ഇതിന് കൊടുത്ത മറുപടി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞങ്ങൾ അയ്യപ്പനോടൊപ്പമാണ്, ഭക്തരോടൊപ്പമാണ്, ഞങ്ങൾ ആചാരങ്ങൾ സംരക്ഷിക്കും എന്നൊക്കെ പറയുന്ന പിണറായി സർക്കാർ എഴുതി കൊടുത്ത മറുപടി കേട്ടാൽ നിങ്ങളൊക്കെ ഞെട്ടും. അതായത് ഈ സർക്കാർ പറയുന്നത് ഏതെങ്കിലും ഒരു ആചാരം ആ മതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണോ അല്ലയോ എന്ന് പരിശോധിക്കേണ്ടത് ആ മതവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അതായത് എന്താണ്, ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ ഈ 10-നും 50-നും പ്രായത്തിനിടയ്ക്കുള്ള സ്ത്രീകളെ ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും എഴുതി വച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. അത് ഒരു വികാരപരമായ തീരുമാനം ആയിരിക്കാൻ പാടില്ല. കൂടാതെ ഈ
യുവതികളെ അവരുടെ പ്രവേശനത്തെ നിരോധിക്കണം എന്ന് എല്ലാ ഹിന്ദുക്കളും ആഗ്രഹിക്കുന്നുണ്ടോ, അവർ അങ്ങനെ കരുതുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിഗണിക്കണം എന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു മതത്തിലെ ഒരു വ്യക്തിക്ക് മറ്റൊരു മതത്തിലെ ആചാരത്തിന് എതിരെ ഒരു ഹർജി, പൊതു താൽപ്പര്യ ഹർജി നൽകാൻ കഴിയില്ല. എങ്കിലും പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആചാരം കടുത്ത മനുഷ്യാവകാശ ലംഘനം ആണ് എന്നുണ്ടെങ്കിൽ ഇവൻ മറ്റൊരു മതത്തിലെ വ്യക്തിക്ക് വേണമെങ്കിലും അത്തരത്തിലുള്ളൊരു പൊതു താൽപ്പര്യ ഹർജി കൊടുക്കാം എന്നാണ് സർക്കാർ പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശബരിമല കേസിൽ അവർ പറയാൻ പോകുന്നത് അവിടെ തുല്യത അതിനുള്ള ലംഘനം വന്നിരിക്കുന്നു, വിവേചനം ഉണ്ടായിരിക്കുന്നു, തൊട്ടുകൂടായ്മ നടപ്പിലാക്കുന്നു എന്നൊക്കെ ഈ കേസിൻ്റെ വാദത്തിൻ്റെ സമയത്ത് പറയാൻ സാധിക്കും. പറയണമെന്നുണ്ടെങ്കിൽ ഈ കേസ് തന്നെ നിലനിൽക്കണം. നാസർ കൊടുത്ത കേസ് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. നിലനിൽക്കും എന്നാണ് പിണറായി വിജയൻ പറയുന്ന മറുപടി. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുന്നത്, ഈ സർക്കാർ എന്ന് പറയുന്നത് എല്ലാ മതങ്ങളും ഉൾപ്പെടുന്ന അല്ലെങ്കിൽ മതേതര സംവിധാനം ആണ്. ഇവിടുത്തെ പ്രശ്നം ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആചാരത്തെ സംബന്ധിച്ച പ്രശ്നം മാത്രം ആണ്. അതിന് ഒരു മതേതര അല്ലെങ്കിൽ സകല മത സംവിധാനമായ സർക്കാരിന്, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉൾപ്പെടുന്ന ഒരു സർക്കാരിന് ഈ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാനുള്ള എന്തെങ്കിലും ധാർമ്മികമായ അവകാശം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഈ ഒരു ചോദ്യം സുപ്രീം കോടതിയിൽ ആരും ഉയർത്താത്ത ഒരു ചോദ്യമാണ്. ഇവിടെ നാം നേരത്തെ കണ്ടു, മറ്റു മതത്തിലുള്ള ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ ഒരു പരാതി കൊടുക്കാമോ എന്ന്. അപ്പോൾ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് അതിൻ്റെ ആചാരത്തെ സംബന്ധിച്ച ഒരു കേസ് സുപ്രീം കോടതിയിൽ നടക്കുമ്പോൾ സർക്കാരിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കൂടി അതിൽ അഭിപ്രായം പറയാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഒരു സത്യവാങ്മൂലം നൽകാനുള്ള യാതൊരു അവകാശവും അധികാരവും ഈ സർക്കാരിന് ഇല്ല. 1991 ഇതേ വിഷയം ഹൈക്കോടതിയിൽ വന്നപ്പോൾ അന്നത്തെ സർക്കാർ എഴുതി കൊടുത്തത്, ഞങ്ങൾക്ക് ഇതിൽ അഭിപ്രായം ഒന്നും ഇല്ല, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യേണ്ടതും ഈ റൂൾസും മറ്റും ഉണ്ടാക്കേണ്ടതും ദേവസ്വം ബോർഡാണ് എന്നാണ് 91 കേരള സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം. അതുകൊണ്ട് ഈ വിഷയം സുപ്രീം കോടതി മുമ്പാകെ ആരെങ്കിലും ഏതെങ്കിലും വക്കീൽ ഉയർത്തിപ്പിടിക്കും എന്നാണ് എൻ്റെ വിചാരം. ശബരിമലയിൽ യുവതികളെ കയറ്റണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു വിധത്തിലും ഉള്ള അഭിപ്രായവും ഇല്ല. 1991 മുൻപ് ഹൈക്കോടതി വിധി വരുന്നതിന് മുമ്പ് അവിടെ യുവതികൾ പ്രവേശിച്ചിരുന്നു എന്നുള്ളതിന് വ്യക്തമായ രേഖകൾ ഉണ്ട്. അന്നൊന്നും തന്നെ ഈ അയ്യപ്പസ്വാമിക്ക് ഒന്നും തന്നെ സംഭവിച്ചില്ല. അതുകൊണ്ട് ഭാവിയിൽ സ്ത്രീകൾ പ്രവേശിച്ചാലും ഇല്ലെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമേ അല്ല. ഞാൻ ഇതിലെ നിയമപരമായ വസ്തുതകൾ വെളിച്ചത്ത് കൊണ്ടുവന്ന് നിങ്ങളോട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.